ഹലോ. ഈ കുറച്ച് ഇമേജസ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇടുകയാണ്. ഓക്കെ, ഈ ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇമേജസ്, ആദ്യത്തെ ഇമേജ് നോക്കിയേ. ആദ്യത്തെ ഇമേജില് ഒരു RJ അല്ലെ, ആർ ജെ ഹെഡ്സെറ്റ്. ഇപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന പോലെ RJ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നു. പിന്നെ അടുത്ത് രണ്ടാമത്തെ ഒരു പടത്തിനകത്ത് നടുക്കുള്ള ഈ ഇമേജില് ഒരു അമ്മ അല്ല ഒരു ചേച്ചി, ഓക്കെ, കിച്ചണില് ഒരു റേഡിയോ ഒക്കെ അല്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നു, പണി ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പടത്തില് ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഒരു കുട്ടീനെ പരിശോധിക്കുന്നു, അല്ലെ, സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നു. സോ ഈ മൂന്ന് കാര്യങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ഈ മൂന്ന് സിറ്റുവേഷൻസ് ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഹിയറിംഗ്, കേൾക്കുക, അല്ലെ അല്ലെ. അപ്പൊ ഒരു RJ ഹെഡ്സെറ്റ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ഐ ക്യാൻ ഹിയർ. ഒരു റേഡിയോയിൽ പാട്ട് വെക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഷീ ഓർ ഹീ ക്യാൻ ഹിയർ. അതേസമയം ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിരിക്കുന്ന ഡോക്ടർക്ക് ആ സ്റ്റെതസ്കോപ്പിനുള്ളിൽ ഹൃദയമിടിപ്പ് കേൾക്കാം, അല്ലെ. സോ ഈ മൂന്ന് സിറ്റുവേഷൻസിലും ഹിയറിംഗ് ആണ് മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, സോ ഈ ഹിയറിംഗിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ ഹിയറിംഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, മെയിൻ എന്നല്ല, the part which is responsible for hearing ഏതാണ്? ഇയർ. ഓക്കെ, സോ ഈ ഇയറിന്റെ സ്ട്രക്ചറും അതിന്റെ കുറേയേറെ പാർട്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് സ്ട്രക്ചർ ഓഫ് ഇയർ പഠിക്കാം. ഓക്കെ, ഒരു ഇയറിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ നമുക്ക് മൂന്ന് പാർട്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇയർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ മിഡിൽ ഇയർ എന്ന് പറയുന്നു. പിന്നെ അതേസമയം ഈ കൂടുതൽ ഉള്ളിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ അതിനെ ഇന്റേണൽ ഇയർ അല്ലെങ്കിൽ ഇന്നർ ഇയർ എന്നും പറയുന്നത്. സോ ഈ മൂന്ന് പാർട്സ് ആണ് നമ്മുടെ ഇയറിൽ ഉള്ളത്. അപ്പൊ ഈ ഇയറിന്റെ നമ്മൾ മെയിൻ ആയിട്ട് ഇയറിന്റെ ഫംഗ്ഷൻ പറയുമ്പം എന്താ പറയാ? കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെവി നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇയറിന് കേൾക്കാൻ മാത്രമല്ല ഫംഗ്ഷൻ ഉള്ളത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ ഇയറിന് കേൾക്കാൻ മാത്രമാണോ ഫംഗ്ഷൻ ഉള്ളത്? എന്നാ അല്ല. നമ്മുടെ ബോഡി, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ, ഓക്കെ, ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബോഡി ബാലൻസിങ്, ഞാൻ എഴുന്നേറ്റ് നടക്കുവാണ്, അപ്പൊ ഞാൻ നടക്കുമ്പോൾ എന്റെ ബോഡീനെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഇതിനെല്ലാം നമ്മുടെ ഇയർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർക്കും, പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ അല്ലല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പഠിച്ചേ, സെറിബ്രം ആണല്ലോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആണല്ലോ പഠിച്ചത് എന്നൊക്കെ അല്ലേ നിങ്ങളിപ്പോ ഓർക്കുന്നേ? അതുമാണ്, ഈ സെറിബ്രം ആണ് ശരിക്കും നമ്മുടെ ഈ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ സെറിബ്രത്തിന് എവിടെ നിന്നാണ് ആ സിഗ്നൽ കിട്ടുന്നതെന്ന് ചോദിച്ചാല് ഇയറിൽ നിന്നാണ് സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ഫംഗ്ഷൻ ആണ് ഇയറിന് മെയിൻ ആയിട്ട് ഉള്ളത്. ഹിയറിംഗ് ആൻഡ് മെയിൻറ്റെയിൻസ് ദി ബാലൻസ് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പാർട്സ് ആണ് ഇയറിനുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഇയർ, ഇത്രയും ഒരു പോർഷൻ, ഈ ഒരു ഔട്ടർ പോർഷൻ മുതൽ ഇത്രയും ഒരു പോർഷൻ വരെയാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ കംപ്രൈസ് ചെയ്യുന്നത്. അടുത്ത പോർഷൻ ആണ് മിഡിൽ ഇയർ. ഈ ഒരു സ്മോൾ പോർഷൻ, ഇത്രയുമായിട്ടുള്ള, അതായത് ഇത്രയും പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിഡിൽ ഇയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് നൗ ദ തേർഡ് പാർട്ട് ഈസ് ഇന്റേണൽ ഇയർ. ഓക്കെ, ഇന്റേണൽ ഇയർ, അതായത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഇന്റേണൽ ഇയർ എന്നും വിളിക്കുന്നത്. ഓക്കെ, സോ മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു 3 ബോൺസ് ഉണ്ട്, അതേസമയം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ട്യൂബ് പോകുന്നുണ്ട്. സോ ഈ ഒരു ട്യൂബും കൂടെ ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. അതേസമയം ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഫൈനൽ ഇന്നർ, ഭയങ്കര ഡീപ്പ് ലെയർ, ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഇയർ.
ഓക്കെ, എക്സ്റ്റേണൽ ഇയർ എന്നെ പറ്റി പഠിക്കാം. നമ്മൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ കാത്, ഈ പുറമേ ഉള്ള ഒരു തട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. പുറമേ കാത് കാണുന്നത് എങ്ങനെയാ? ഒരു പോർഷൻ ഉണ്ട് അല്ലെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. നമ്മൾ കമ്മലിടുന്ന ഒരു പോർഷൻ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇയറിന്, നമ്മൾ ഗേൾസിനെ സംബന്ധിച്ച് ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് ഒരു കമ്മല്, വലിയ കമ്മല്, കുറെ ഫാൻസി കമ്മലും, എല്ലാവരും അങ്ങനത്തെ കുറെ കമ്മലുകളൊക്കെ ഇടും. അതൊക്കെ ഈ എക്സ്റ്റേണൽ ഇയറിലാണ് അല്ലെ. സോ നമ്മൾ കമ്മലിടുന്ന ആ ഒരു പോർഷൻ, ആ ഒരു എക്സ്റ്റേണൽ ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. സോ ദിസ് പോർഷൻ ഈസ് കോൾഡ് പിന്ന. ഓക്കെ, എക്സ്റ്റേണൽ ഇയറിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള പ്രൊജക്റ്റഡ് പോർഷനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഇനി ഈ പിന്ന ഫർദർ നമ്മൾ ഉള്ളിലോട്ട് പോകുന്തോറും ഒരു കനാല് നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു കനാലിനെ നമ്മള് ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ഓഡിറ്ററി കനാൽ. ഓക്കെ, സോ പിന്നെയാണ് നമ്മുടെ എക്സ്റ്റേണൽ പോർഷൻ, നമ്മൾ കമ്മലൊക്കെ ഇടുന്ന ഒരു പോർഷൻ ഇല്ലേ, അതിനാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഫർദർ വരുന്ന പോർഷനാണ് ഓഡിറ്ററി കനാൽ. ഓക്കെ, ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞ ഒരു കനാൽ പോലെയുള്ള ഒരു പോർഷനാണ് നമ്മൾ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇറ്റ് ലീഡ്സ് ടു ഒരു ഡ്രം ലൈക്ക് സ്ട്രക്ചർ, ഒരു ഡ്രം ലൈക്ക് മെംബ്രെയിൻ. അതിനെയാണ് നമ്മള് ടിംപാനം അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിൻ, ടിംപാനം, ഓക്കെ, അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കും. സോ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനം. ഓക്കെ, അതിനെ എന്തുകൊണ്ടാ ഇയർ ഡ്രം എന്നൊക്കെ വിളിക്കുന്നത്? ബിക്കോസ് നമ്മൾ സൗണ്ട് വേവ്സ് വരുമ്പോ അതിൽ നിന്നുണ്ടാവുന്ന സൗണ്ട് വേവ്സിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ചെണ്ട കൊട്ടുക, ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ഒരു ഡ്രം കൊട്ടുകയെന്ന് വെച്ചോ. ആ ഡ്രം നമ്മൾ തട്ടിയാല് പെട്ടെന്ന് അവരുടെ വൈബ്രേഷൻ വരും അല്ലെ. അപ്പം അങ്ങനെയാണ് ആ ഒരു വൈബ്രേഷൻ വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ടിംപാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇയർ ഡ്രം എന്ന് പറയുന്നത്. സോ ദർ ആർ 3 പാർട്സ് ഫോർ എക്സ്റ്റേണൽ ഇയർ. ഓക്കെ, ദ ഔട്ടർമോസ്റ്റ് പോർഷൻ ഇസ് കോൾഡ് പിന്ന, ലീഡിങ് ടു ഓഡിറ്ററി കനാൽ. ഓക്കെ, ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് ഒരു കനാൽ ലൈക്ക് പോർഷൻ ആണ്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഓക്കെ ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഇയറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഔട്ടർ ഇയർ ഉണ്ട്. ആ ഔട്ടർ ഏറ്റവും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷനെ നമ്മൾ പിന്ന എന്ന് പറയുന്നു. പിന്നെ ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാൽ എന്ന് പറയുന്ന ഒരു പാസേജിനെയാണ് നമ്മൾ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദിസ് ഇസ് ടിംപാനം. സോ 3 പാർട്സ് പഠിക്കുക കേട്ടോ. സോ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ക്യാരീസ് ദി സൗണ്ട് വേവ്സ് ടു ദി ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാൽ എന്ന് പറയുന്ന ഈ പാസേജിലോട്ട് വരുന്ന ഒരു സൗണ്ട് വേവ്സ് ഉണ്ടാവല്ലോ, കുറെ സൗണ്ട് വേവ്സ് ഇങ്ങനെ വരിക. ഓക്കെ, ഈ സൗണ്ട് വേവ്സ് പിന്നെ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഓഡിറ്ററി കനാലിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് വിടുക. ഓക്കെ, ഇനി ഓഡിറ്ററി കനാൽ എന്നാ ചെയ്യുന്നെന്ന് വെച്ചാല് ഇറ്റ് ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദി ടിംപാനം. ആഹാ, എന്നാ എനിക്ക് തന്നാ ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഓഡിറ്ററി കനാല് ആ സൗണ്ട് വേവ്സിനെ ടിംപാനത്തിന് അങ്ങ് കൊടുക്കുക. എന്നാ നീ പിടിച്ചോന്ന് പറഞ്ഞങ്ങ് കൊടുക്കുക. ഓക്കെ, ടിംപാനം എന്ന് പറയുന്നത് എന്താ? ഇയർ ഡ്രം. സോ ഇറ്റ് ക്യാരീസ്, ദിസ് ഓഡിറ്ററി കനാൽ ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദി ടിംപാനം ഓർ ഇയർ ഡ്രം. പിന്നെ ഈ ഓഡിറ്ററി കനാലിലുള്ള വേറൊരു പ്രത്യേകതയാണ്, ഓഡിറ്ററി കനാലില് നമുക്കറിയാം നമ്മുടെ ആ ഒരു കനാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നോക്കിയാൽ നമുക്ക് ഓഡിറ്ററി കനാൽ കാണാം അല്ലെ. അവിടെ കുറച്ച് ഇയർ വാക്സും കുറച്ച് ഹെയർസും ഒക്കെ പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ അനാവശ്യമായിട്ട് കുറെ ഈ വാക്സ് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഒക്കെ ആവും അല്ലെ. പക്ഷെ അത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. എങ്ങനെയാന്നല്ലേ, ഈ ഇയർ വാക്സ് ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലോട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ വേറെ ഫോറിൻ പാർട്ടിക്കിൾസോ ഒക്കെ എൻ്റർ ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡു സെർവ് എ ഫങ്ഷൻ, എ വെരി ഗുഡ് ഫങ്ഷൻ. ഓക്കെ, സോ ഓഡിറ്ററി കനാലിൽ കുറെ സ്മോൾ ഹെയർസും വാക്സും ഒക്കെ പ്രസന്റ് ആണ്. സോ ഇറ്റ് പ്രിവെന്റ്സ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ്. നമ്മളിപ്പം ബോൾ പാസ് ചെയ്യാന്ന് വെച്ചോ, എന്റെ അടുത്തോട്ട് ഒരാൾ ബോൾ തന്നു, ഞാൻ ഈ ബോൾ വേറെ ആൾക്ക് കൊടുത്തു, അങ്ങനെ ഇങ്ങനെ സൗണ്ട് വേവ്സ് തട്ടി ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. പിന്നെ സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാലിലോട്ട് പാസ് ചെയ്തു. ഇപ്പൊ ഓഡിറ്ററി കനാൽ എനിക്കെങ്ങും വേണ്ട എന്നും പറഞ്ഞിട്ട് ടിംപാനത്തിലോട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത ആൾക്ക് പോയി അല്ലെ, ടിംപാനത്തിനപ്പം ഇപ്പൊ കിട്ടിയിരിക്കുക. ഇനി ടിംപാനം എന്താണ്?
ടിംപാനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദി ഇന്നർ ഇയർ. അതായത് മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഇനി അടുത്ത പോർഷൻ ആണ് നമ്മൾ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഈ മിഡിൽ ഇയറിനെ എക്സ്റ്റേണൽ ഇയറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു തിന്നായിട്ടുള്ള വളരെ നേർത്ത ഒരു സർക്കുലർ മെംബ്രെയിൻ ആണ് ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം ഒരു ബലൂൺ എടുക്കുകയെന്ന് വെച്ചു, ബലൂൺ വീർപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് തിരുമ്മി വിടുവോ, ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തോ തിരുമ്മിയോ എല്ലാം വിടുവാന്ന് വെച്ചോ, അപ്പൊ അവിടെ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ സെയിം കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സൗണ്ട് വേവ്സ് വരുമ്പോ ഈ ടിംപാനം വൈബ്രേറ്റ് ചെയ്യും. ആ സൗണ്ട് വേവ്സിന്റെ റെസണൻസിന് അക്കോർഡൻസ് ആയിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും. സോ ദിസ് ടിംപാനം ഓർ ഇയർ ഡ്രം വൈബ്രേറ്റ്സ് ഇൻ റെസണൻസ് വിത്ത് ദി സൗണ്ട് വേവ്സ്. ഓക്കെ, അപ്പൊ ഇത് 3 എണ്ണമാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്സ്. പിന്നെ ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. ഓക്കെ, പിന്ന എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിനെ ഓട്ടറി കനാലിലോട്ട് പാസ് ചെയ്യും. ഇനി ഓട്ടറി കനാൽ എന്നാ ചെയ്യുന്നത്, ആ കിട്ടിയ സൗണ്ട് വേവ്സിനെ ടിംപാനത്തിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓട്ടറി കനാലിന്റെ വേറൊരു പ്രത്യേകത എന്താ, കുറച്ച് സ്മോൾ ഹെയർസും വാക്സും എല്ലാം അവർക്കുണ്ട്. അവര് ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി ടിംപാനം എന്താണ്, ഒരു ചെറിയ തിന്നായിട്ടുള്ള ഒരു സർക്കുലർ മെംബ്രെയിൻ ആണ്. ആൻഡ് ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസണൻസ് വിത്ത് ദി സൗണ്ട് വേവ്സ്. ഇവിടെ നോക്കിയേ, ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുക, ഐ എം ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് ബിക്കോസ് ഓഫ് മൈ ഇയർ വാക്സ്, ഷാൽ ഐ റിമൂവ് ഇറ്റ് മൈസെൽഫ്? പുള്ളിക്കാരി ചോദിക്കുക, എന്റെ ചെവിയില് ഭയങ്കരമായിട്ട് എനിക്കെന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആവുക. ചിലപ്പോൾ നമുക്കും ഫീൽ ചെയ്യാറുണ്ട് അല്ലെ, എനിക്കെന്നെ ഭയങ്കര ചെവി വേദന, ചെവി ഒരുമാതിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇയർ വാക്സ് കൂടിയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ വരികയാണ് അല്ലെ. നമ്മൾ തന്നെ ഇയർബഡ്സ് ഇട്ടൊക്കെ റിമൂവ് ചെയ്താൽ മതിയോ? അത് നല്ലതാണോ? ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് തന്നെ ചെറുതായിട്ടൊക്കെ ഇയർബഡ്സ് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ബട്ട് അതൊരിക്കലും ഇയർബഡ്സ് നമ്മൾ ഭയങ്കര ഉള്ളിലോട്ട് കയറ്റാൻ പാടില്ല. അത് ടിംപാനത്തിൽ നമ്മുടെ ഇയർ ഡ്രമ്മിൽ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തട്ടിയാൽ നമ്മുടെ ഹിയറിംഗിന് പ്രശ്നം വരും. സോ അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഈ ഇയർബഡ്സ് സ്വന്തമായിട്ടുള്ള ചികിത്സയൊക്കെ ഒഴിവാക്കാം. നമുക്കിപ്പോ ഇയർ വാക്സ് ഭയങ്കരമായിട്ട് കൂടുക, അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡു കൺസൾട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി അവര് ആ നല്ല പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് ഇയർ വാക്സ് റിമൂവ് ചെയ്ത് കളയും കേട്ടോ. സോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം ഓർക്കാം, ഇയർ വാക്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇസ്ന്റ് ബാഡ്. അത് ഇയർ വാക്സ് നമ്മൾ വിചാരിക്കും അത് ഭയങ്കര അനാവശ്യമായിട്ടുള്ള സാധനമാണ്, പൊട്ട സാധനമാണ്, നമുക്ക് കാണുമ്പോൾ ഒരു ഇതാവുമല്ലോ. ബട്ട് അത് ചീത്തയല്ല. ഓക്കെ, ഇറ്റ് ക്ലീൻസ് യുവർ ഐസ് ആൻഡ് കീപ്സ് ദം ഫ്രം ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കുറെ ഫോറിൻ പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക ഇയർ വാക്സ് ചെയ്യുന്നത്. നല്ലൊരു ഫംഗ്ഷൻ അത് സെർവ് ചെയ്യുന്നത്. അതിനെ മൊത്തത്തിൽ അങ്ങ് എടുത്തു കളഞ്ഞാൽ എങ്ങനെയാ, പെട്ടെന്ന് നമ്മൾ ഇൻഫെക്റ്റഡ് ആവത്തില്ലേ? അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഹൗവർ ഇഫ് ഇയർ വാക്സ് ബിൽഡ് അപ്പ്, കുറെ ഇയർ വാക്സ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ഇഷ്യൂസ് ലൈക്ക് ഇറിറ്റേഷൻ, ഇച്ചിനെസ് ആൻഡ് ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൺലി സേഫ് ടു ക്ലീൻ ദി ഔട്ട്സൈഡ് ഓഫ് യുവർ ഇയേഴ്സ്. നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് നമ്മൾ ഇയർബഡ്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്സ് യൂസ് ചെയ്ത് ഇയർ വാക്സിനെ അധികം സോഫ്റ്റൻ ചെയ്യും, ഒന്ന് ഇത്തിരി മയത്തിലാക്കും. എന്നിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു പോർഷൻ, അപ്പൊ ഔട്ടർ ഇയർ നമ്മൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ ഏതാണ്? മിഡിൽ ഇയർ. ഇനി മിഡിൽ ഇയറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഓക്കെ, ഇവിടെ നമുക്ക് കാണാം മിഡിൽ ഇയറിൽ കാണുന്ന 2 ആൾക്കാരുണ്ട്. ഓക്കെ, ഇയർ ഓസിക്കിൾസും യൂസ്റ്റേഷ്യൻ ട്യൂബും. ഈ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത് ബോൺസ് ആണ്. ഓക്കെ, ദേ ആർ ബോൺസ്. ഓക്കെ, ഈ ഇയർ ഓസിക്കിൾസ് 3 ഇയർ ഓസിക്കിൾസ് ഉണ്ട്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. ഓക്കെ, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. ഇതിനകത്ത് സ്റ്റേപ്പസ് എന്ന് പറയുന്ന ഒരു ബോൺ ഉണ്ടല്ലോ, ഈ ബോൺ ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ. ഓക്കെ, സ്റ്റേപ്പസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ ബോണാ. നമ്മുടെ ബോഡിയിൽ എത്ര ബോൺ ഉണ്ട്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺ ഉണ്ട്? 206 ബോൺസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അല്ലെ. ഈ 206 ബോൺസിലെയും ഏറ്റവും ചെറിയ ഒരു ബോണാണ് സ്റ്റേപ്പസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പസ്. ഓക്കെ, സോ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ് ആർ ദി ഇയർ ഓസിക്കിൾസ്.
ഇനി അടുത്തൊരു പോർഷൻ ആണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഫാരിങ്സ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഫാരിങ്സുമായിട്ട് മിഡിൽ ഇയറിനെ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ചെവിയില് ഇപ്പൊ ഒരു ഇയർ ഡ്രോപ്സോ എന്തെങ്കിലും നമ്മൾ ഒഴിക്കാന്ന് വെച്ചോ, അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു ഫീല് വരും അല്ലെ. നമ്മൾ ചെവിയിൽ ഒഴിച്ചത് എങ്ങനെ നമുക്ക് ഇവിടെ ഫീല് വരുന്നേ? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെവിയല്ലേ ഡോക്ടർ ഒഴിച്ചേ, പക്ഷെ ഇവിടെ എന്തൊരു ഫീല് വരും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ആക്ച്വലി ഈ കണക്ഷൻ കൊണ്ടിട്ടാണ്. ഓക്കെ, നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിനെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെവിയിൽ മരുന്നൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഫീല് വരുന്നത്, ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ. ഓക്കെ, സോ ദീസ് ആർ ദി two main parts of middle ear: ear ossicles and eustachian tube. Ear ossicles ഏതൊക്കെയാണ്? malleus, ingus and stapes. സോ ഈ ഇയർ ഓസിക്കിൾസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഇവരുടെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ദി ആംപ്ലിഫൈ, ഈ വരുന്ന സൗണ്ട് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് പാസ് ചെയ്ത് വിടുന്നത്. അവരെ അങ്ങ് ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താ, സൗണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടും, ഒരു 100 മടങ്ങ് ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, ഈ മൈക്കിൽ കൂടെ നമ്മൾ ഒരു കാര്യം പറയുമ്പോ, ഞാനിപ്പം നോർമൽ ആയിട്ട് ഒരു കാര്യം പറയാണ്. ഓക്കെ, ഈ മൈക്കിൽ കൂടെ ഞാൻ നോർമൽ ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അത് പക്ഷേ ഇവിടെ എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കുന്ന രീതിയിലായിരിക്കും അകലെ ഇരിക്കുന്ന ആൾക്ക്. ഞാനിപ്പോ സാധാരണ പോലെ സംസാരിക്കുകയാണ്, അതുപോലെ ആയിരിക്കും ആ സാധാ സൗണ്ടിൽ ഞാൻ മൈക്കിൽ കൂടെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്യാവശ്യം നല്ല സ്പീക്കറിൽ കൂടെ നല്ല സൗണ്ട് കേൾക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് അവിടെ ആംപ്ലിഫൈ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, സൗണ്ട് ആംപ്ലിഫൈ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇയർ ഓസിക്കിൾസിന്റെ ഫംഗ്ഷൻ അതാണ്, ആംപ്ലിഫൈ ദീസ് സൗണ്ട് വേവ്സ് ആൻഡ് പാസ് ഇറ്റ് ഓൺ ടു ദി ഇന്നർ ഇയർ. അതാണ് ഇയർ ഓസിക്കിൾസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം വെള്ളത്തിൽ നീന്തുവാന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മളിപ്പം വെള്ളത്തിനടിയിലാന്ന് വെച്ചോ. അപ്പൊ ഈ വെള്ളത്തിനടി ഇപ്പൊ പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് നിപ്പുണ്ട്. ആ പുറത്ത് നിൽക്കുന്ന ഫ്രണ്ട് നമ്മുടെ അടുത്ത് എന്തോ ഭയങ്കര കാര്യമായിട്ട് ഒച്ച വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഈ വെള്ളത്തിനടിയിലിരിക്കുന്ന നമുക്കിത് വല്ലതും കേൾക്കാവോ? ഒന്നും കേൾക്കത്തില്ല അല്ലെ. അത് എന്തുകൊണ്ടാ? വെള്ളത്തിനടിയില് നമ്മൾ ഇരിക്കുമ്പോൾ പുറത്ത് കരയിൽ നിൽക്കുന്ന ആള് എന്തെങ്കിലും പറയാണ്, ഒച്ച വെച്ച് പറഞ്ഞാൽ പോലും നമ്മൾ കേൾക്കൂല. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ സൗണ്ട് വേവ്സ്, വരുന്ന സൗണ്ട് വേവ്സ് നമ്മള് എയറും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലെ. ആ എയറിനും വാട്ടറിനും നടുക്കും അതൊരു ഇന്റർഫേസ് ഉണ്ട്. ആ ഒരു ഇന്റർഫേസിൽ വരുമ്പോഴത്തേനും ആ സൗണ്ട് വേവ്സ് കുറെയൊക്കെ റിഫ്ലക്ട് ചെയ്യും, തിരിച്ച് റിഫ്ലക്ട് ആണ്, ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി എയർ. അപ്പം ബാക്കി വരുന്ന ഒരു അൺറിഫ്ലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സൗണ്ട് വേവ്സ് കാണും, അതായിരിക്കും വെള്ളത്തിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ വെള്ളത്തിന്റെ ഡെൻസിറ്റി എയറിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലല്ലേ. അപ്പം എന്താ പറയാ സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ഒട്ടും കേൾക്കാൻ പറ്റില്ല. ആ വെള്ളത്തിനടിയിൽ കൂടെ എന്നാ പറഞ്ഞാലും ഒരു സൗണ്ട് വേവ്സ് ഒന്നും പാസ് ചെയ്യത്തില്ല. കാരണം വെള്ളത്തിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്, ഒരു ഇച്ചിരി പോലും പാസ് ചെയ്യാൻ പറ്റില്ല. സൗണ്ട് വേവ്സിന് വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, മനസ്സിലായോ? സോ ഈ ഒരു കാര്യം തന്നെ ആണ് ഇവിടെ അപ്ലൈ ആവുന്നത്. ഇവിടെ ഈ മിഡിൽ ഇയറിൽ വരുമ്പോ നമ്മുടെ മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് എന്ന് പറയുന്ന 3 ബോൺസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യും ഈ സൗണ്ട് വേവ്സിനെ. എന്നിട്ടാണ് ഇന്നർ ഇയറിലോട്ട് ഇവരെ പാസ് ചെയ്യുന്നത് സൗണ്ട് വേവ്സിനെ. ഓക്കെ, ഇന്നർ ഇയറിൽ നമുക്കറിയാം വി വിൽ സ്റ്റഡി ഓക്കെ എൻഡോലിംഫ്, പെരിലിംഫ് എന്ന് പറയുന്ന കുറെ ഫ്ലൂയിഡ്സ് ഒക്കെയുണ്ട്. ഓക്കെ, സോ ഈ ഫ്ലൂയിഡ്സിന്റെ അപ്പൊ ഇതൊരു ഫ്ലൂയിഡ് ആണല്ലോ, നമ്മൾ വാട്ടർ പോലെ ഒരു ഫ്ലൂയിഡ് ആണല്ലോ ഇതും. അപ്പൊ ഈ ഫ്ലൂയിഡിനുള്ളിൽ കൂടെ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. അപ്പോ നമ്മൾ പറയുന്ന സൗണ്ട് അവിടെ എത്തുമ്പോഴത്തേനും അത് ഭയങ്കര ഫീബിൾ ആയി പോകും, അതായത് അത് ഭയങ്കര ഒച്ച ഒട്ടും ഇല്ലാണ്ടാവും. അപ്പൊ ആ ഒച്ച ഇല്ലാണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ ഓസിക്കിൾസിന്റെ അടുത്ത് വരുമ്പോൾ ഈ സൗണ്ട് വേവ്സ് ആംപ്ലിഫൈ ആണ്. അപ്പം നമ്മുടെ സാധാരണ ഒരു സൗണ്ട് ഇയർ ഓസിക്കിൾസിന്റെ അടുത്ത് എത്തുമ്പോൾ 100 മടങ്ങ് ആംപ്ലിഫൈ ആവുക ചെയ്യുന്നത്, ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ആംപ്ലിഫൈ ആവും. അത്രയെങ്കിലും ആംപ്ലിഫൈ ആയെങ്കിലേ ഈ ഇന്നർ ഇയറിൽ ഫ്ലൂയിഡിൽ കൂടെ സൗണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ളിൽ കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ഇയർ ഓസിക്കിൾസ് ഇല്ലാന്ന് വെച്ചോ, സപ്പോസ് ഈ ഇയർ ഓസിക്കിൾസിന്റെ ഈ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ് ഇല്ലെന്ന് വെച്ചോ, 1% 1% താഴെ സൗണ്ടേ നമുക്ക് ഇവിടെ ഇന്നർ ഇയറിൽ കേൾക്കാൻ പറ്റുള്ളൂ, നമുക്കത് റിസീവ് ആവുള്ളൂ. അതെന്തുകൊണ്ടാ? വാട്ടർ ഫ്ലൂയിഡ് അവിടെ ഉള്ളത് കൊണ്ടാ.
അപ്പം ആ ഒരു 100 മടങ്ങ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് ഈ ഇയർ ഓസിക്കിൾസ് വഴിയാണ്. ഓക്കെ, സോ ഇയർ ഓസിക്കിൾസ് എന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സോ അതിന് ഇയർ ഓസിക്കിൾസ് 3 ഏറ്റവും ചെറിയ ബോൺ സ്റ്റേപ്പസ് ആണ്. ഈ സ്റ്റേപ്പസ് എന്ന് പറയുന്ന ബോണാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ തന്നെ ഏറ്റവും ചെറിയ ബോൺ. ഓക്കെ, സോ ഇയർ ഓസിക്കിൾസ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് ആംപ്ലിഫൈ, okay, amplify and transmit the vibrations of the tympanum to the inner ear. ടിംപാനത്തിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ ഇന്റേണൽ ഇയറിലോട്ട്, അതിന്റെ വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് ഇന്റേണൽ ഇയറിലോട്ട്. അതാണ് ഇയർ ഓസിക്കിൾസ് ചെയ്യുന്നത്. സോ 3 പാർട്സ് ആണ്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. സോ മാലിയസ് എന്താ, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫസ്റ്റ് പോർഷൻ ആണ്, ഫസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ബോൺ ആണ് മാലിയസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മാലിയസ്. ഓക്കെ, malleus is attached to the tympanic membrane from which vibrational sound, pressure, motion is passed. Okay, ഇവിടെ നിന്നാണ് ടിംപാനിക് മെംബ്രെയിനിൽ നിന്നാണ് ആ വൈബ്രേഷൻ പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മാലിയസ് ആണ് ഇത് റിസീവ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് പോർഷൻ, മാലിയസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അടുത്ത ഒരു പോർഷൻ ആണ്. സോ ഓക്കെ, ഇത്ര മാലിയസ് ആണെങ്കിൽ അടുത്തൊരു പോർഷൻ ആണ് എന്ത്, ഇൻകസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബോത്ത് ദി അതർ ബോൺസ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബോത്ത് ദി അതർ ബോൺസ്. മാലിയസുമായിട്ടും സ്റ്റേപ്പസുമായിട്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവണമല്ലോ. മലയാളത്തില് ജയറാമും മുകേഷും ശ്രീനിവാസനും ഒക്കെ ഉള്ള ഒരു സിനിമയില്ലേ, ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ. അതിനകത്തൊരു സീനുണ്ട്, മീന കറണ്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. ഓക്കെ, മീനയ്ക്ക് കറണ്ട് കിട്ടുന്ന ഒരു സീനുണ്ട്. അപ്പം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫസ്റ്റ് ജയറാം വന്നിട്ട് തൊടുമ്പത്തേനും ജയറാമിന് കിട്ടും, പുറകെ മുകേഷ് വന്ന് തൊടുമ്പത്തേനും മുകേഷിന് കിട്ടും, ശ്രീനിവാസ് വന്ന് തൊടുമ്പത്തേനും ശ്രീനിവാസിന് ചിലപ്പോൾ കിട്ടും. അപ്പം അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്താണ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ വൈബ്രേഷൻ പാസ് ചെയ്യുന്നത്. ടിംപാനിക് മെംബ്രെയിനിൽ നിന്ന് മാലിയസിലോട്ട് കിട്ടി, മാലിയസിൽ നിന്ന് ഇൻകസിലോട്ട് കിട്ടി, ഇൻകസിൽ നിന്ന് ഇനി അടുത്ത സ്റ്റേപ്പസിലോട്ട് പോവാ vibration. Okay, now next portion is stapes, smallest bone in our body, and it helps in the conduction of sound vibrations to the inner ear. Okay, inner ear ലോട്ട് finally transmit ചെയ്യുന്ന stapes എന്ന് പറയുന്ന പോർഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇയർ ഓസിക്കിൾസിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ദി ഫാരിങ്സ്. ഫാരിങ്സിനെയും മിഡിൽ ഇയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബാണ് യൂസ്റ്റേഷൻ ട്യൂബ്. ഓക്കെ, ഇനി ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ടിംപാൻ. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ടിംപാനം. ടിംപാനത്തിനാണ് ഇവിടെ ഇരിക്കുന്ന, ഇതാണ് യൂസ്റ്റേഷൻ ട്യൂബ്. ഓക്കെ, സോ ഇവിടെയാണ് ടിംപാനം ഇരിക്കുന്നത്. ഈ ടിംപാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് യൂസ്റ്റേഷൻ ട്യൂബ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ടിംപാനം യൂസ്റ്റേഷൻ ട്യൂബ് തുടങ്ങും. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടിംപാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദി ടിംപാനം. നമ്മുടെ വൈബ്രേഷൻസ് വരുമ്പോ നമ്മുടെ ടിംപാനം വൈബ്രേറ്റ്, സൗണ്ട് വേവ്സ് വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുമല്ലോ. സോ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ടിംപാനം ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുവാന്ന് വിചാരിച്ചു, ഈ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് പ്രഷറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ ഒരു പ്രഷർ ഈക്വൽ ആയിട്ട് വേണം, ബാലൻസ് ചെയ്ത് വേണം പോവാനായിട്ട്. സോ ഇതാണ് യൂസ്റ്റേഷൻ ട്യൂബ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ടിംപാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദി ടിംപാനം. ഓക്കെ, സോ ഇതാണ് രണ്ട് പാർട്സ്, മിഡിൽ ഇയറിന്റെ രണ്ട് പാർട്സ്, ഇയർ ഓസിക്കിൾസും യൂസ്റ്റേഷൻ ട്യൂബും. സോ ഇയർ ഓസിക്കിൾസ് 3 ഉണ്ട്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്, യൂസ്റ്റേഷൻ ട്യൂബ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. സോ ഇനിയാണ് നമ്മൾ ഇന്റേണൽ ഇയറിലോട്ട് വരുന്നത്. ഇന്റേണൽ ഇയറിൽ 3 പാർട്സ് ഉണ്ട്. 3 പാർട്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ സെമി സർക്കുലർ കനാൽസ് ഇതാണ്. സോ ഇവിടം തൊട്ടിട്ടാണ് നമ്മൾ ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ. ഇന്റേണൽ ഇയറിൽ വി ഹാവ് ദിസ് semicircular canals. Okay, semicircular canals 3 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബൾജ് പോർഷൻ ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് വെസ്റ്റിബ്യൂൾ. ഓക്കെ, ഈ 2 പോർഷൻ, അതായത് സെമി സർക്കുലർ കനാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇയറിന് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് ഹിയറിങ്ങും ഒന്ന് ബോഡി ബാലൻസിങ്ങും. സോ ഈ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന 2
പാർട്സ് ആണ്, ഇന്നർ ഇയറിന്റെ പാർട്സ് ആണ് സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും. ഓക്കെ, ആ ബാലൻസിങ് എങ്ങനെയാണ്, ഹിയറിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. സോ നിങ്ങൾ വീഡിയോ റെഗുലർ ആയിട്ട് കാണുക കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ, അടുത്ത തേർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ, ഈ ഒച്ച പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു പോർഷനൊക്കെ ഉണ്ടോ? ഇതെന്താ ഒച്ചോ അല്ലേ? ഈ ചുരുണ്ടിരിക്കുന്ന ഒരു പോർഷൻ നിങ്ങളുടെ ചെവിയിലൊക്കെ ഉണ്ടെന്ന്. സോ ഈ ഒരു പോർഷനെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത്. സോ കോക്ലിയ ഇസ് ദിസ് പാർട്ട് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബ്ലൂ പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഓഡിറ്ററി നെർവ്സ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്ററി നെർവാണ് ബ്രെയിനിലോട്ട് സിഗ്നൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിന്റെ മെക്കാനിസം ഒക്കെ കഴിഞ്ഞ് ദേ വിൽ ഗെറ്റ് ദി സിഗ്നൽസ്. ഓക്കെ, ഈ സിഗ്നൽസിനെ ഒപ്റ്റിക് നെർവ് എടുത്തിട്ട് സെറിബ്രത്തിലോട്ട് കൊടുക്കും. അതേസമയം കോക്ലിയയ്ക്ക് സൗണ്ട് വേവ്സ് കിട്ടുമ്പോഴത്തേനും അവർക്കും ഹിയറിംഗ് പോസിബിൾ ആവണമല്ലോ. അപ്പൊ അവർക്ക് ഹിയറിംഗ് പോസിബിൾ ആവണമെങ്കിൽ ഇവിടുന്നും ഓഡിറ്ററി നെർവ് വേണം. സോ ഓഡിറ്ററി നെർവ് ബ്രെയിനിലോട്ട് പാസ് ചെയ്യും. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ഇന്റേണൽ ഇയർ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്റേണൽ ഇയറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഗറിൽ നമുക്ക് കാണാം സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, ഓഡിറ്ററി നെർവ് ഉണ്ട്, വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. സോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വെസ്റ്റിബുലാർ നെർവ് എന്നാണ് വെസ്റ്റിബ്യൂളിൽ നിന്ന് വരുന്ന നെർവിനെ പറയുന്നത്. ആൻഡ് ഓഡിറ്ററി നെർവ് ഹിയറിംഗിനെ ഹെൽപ്പ് ചെയ്യുന്ന നെർവാണ്. ആൻഡ് കോക്ലിയ ആണ് ഈ ഒച്ച പോലെ ചുരുണ്ടിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ കോക്ലിയ എന്ന് പറയും. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഇന്റേണൽ ഇയറിന്റെ പാർട്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇന്റേണൽ ഇയർ കവർ ചെയ്തിരിക്കുന്ന ഒരു ബോണി കേസ് ഉണ്ട്. ഈ ഇന്റേണൽ ഇയർ വെറുതെ ഇങ്ങനെ നമ്മുടെ ചെവിക്കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ ഈ ഇന്റേണൽ ഇയർ ഒരു ബോണി കേസിനുള്ളിലാണ് ഇന്റേണൽ ഇയറിന്റെ പാർട്സ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോണി കേസിനെ നമ്മള് ബോണി ലാബറിന്ത് എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഏറ്റവും പുറമേ ഉള്ള ഒരു ലെയർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും പുറമേ ഉള്ള ഒരു ബോണി കേസ് ആണ് ബോണി ലാബറിന്ത് എന്ന് പറയുന്നത്. ദ ഇന്റേണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് ഇൻ ദ സ്കള്ളിലാണ് ഇത് പ്രസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കോൾഡ് ദി ബോണി ലാബറിന്ത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് മെംബ്രേനിയസ് ലാബറിന്ത്. In this bony case, there are membranous labyrinths. So, ഇപ്പൊ നമ്മള് ഒരു കോക്ലിയ വരച്ചു നിൽക്കട്ടെ. ഇതാണ് കോക്ലിയ. ഓക്കെ, ഈ കോക്ലിയ വേറെ കളർ കൊടുക്കാവേ. ഓക്കെ, ഈ കോക്ലിയനെ ചുറ്റിയിട്ട് എന്തായിരിക്കുന്നത്? ഏറ്റവും ഔട്ടർ ആയിട്ട് എന്താ ഉള്ളത്? ബോണി ലാബറിന്ത്. ബോണി കണ്ടോ? ഈ ഒരു ബ്ലൂ പോർഷൻ കണ്ടോ? ഓക്കെ, ഇതാണ് ബോണി ലാബറിന്ത്. ഓക്കെ, ഇത്രയും പോർഷൻ ആണ് നമ്മൾ ബോണി ലാബറിന്ത് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, ഇതിനാണ് ബോണി ലാബറിന്ത് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദിസ് ബോണി കേസ്, ഈ ബോണി ലാബറിന്തിന് കീഴെയായിട്ട് there are membranous labyrinths. membranous labyrinths present ആണ്. ഇനി ഈ ബോണി ലാബറിന്തിലും മെംബ്രേനസ് ലാബറിന്തിലും കുറച്ച് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ഇന്റേണൽ ഇയറിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെന്ന് അല്ലെ. സോ ബോണി ലാബറിന്തിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ പെരിലിംഫ് എന്ന് പറയുന്നത്. സോ പെരിലിംഫ് ഇസ് ദി ഫ്ലൂയിഡ് ഫിൽഡ് ബിറ്റ്വീൻ മെംബ്രേനിയസ് ആൻഡ് ബോണി ലാബറിന്ത്. മെംബ്രേനിയസ് ലാബറിന്തിനും ബോണി ലാബറിന്തിനും ഇടയ്ക്കുള്ള പോർഷനിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ലാബറിന്ത് ആണ് മെംബ്രേനിയസ് ലാബറിന്ത്. ഈ മെംബ്രേനിയസ് ലാബറിന്തിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എൻഡോലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മെംബ്രേനിയസ് ലാബറിന്തിന്റെ ഉള്ളിലാണ് നമ്മുടെ കോക്ലിയർ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? So internal ear, the internal ear is situated inside a bony case in the skull called bony labyrinth. And ഈ bony case അകത്ത് പിന്നെ membranous labyrinths ഉണ്ട്. ഇതിനുള്ളിലാണ് നമ്മുടെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഔട്ടർ കവറിംഗ് വെച്ചിട്ടാണ്. സോ മെംബ്രേനസ് ലാബറിന്തിനുള്ള അതിന്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് നമ്മൾ എൻഡോലിംഫ് എന്നും പറയുന്നു. മെംബ്രേനസ് ലാബറിന്തിനും ബോണി ലാബറിന്തിനും ഇൻ ബിറ്റ്വീൻ കാണുന്ന ഫ്ലൂയിഡിനെ നമ്മൾ പെരിലിംഫ് എന്നും
പറയുന്നു. ഓക്കെ, സോ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദർ ആർ 3 പാർട്സ് ഫോർ ആൻ ഇയർ: outer ear, middle ear and inner ear, external ear, middle ear and internal ear. Okay, so outer ear അല്ലെങ്കിൽ external ear ൽ കാണുന്ന 3 പാർട്സ് ആണ് pinna, auditory canal and tympanum. മിഡിൽ ഇയറിൽ കാണുന്ന പാർട്സ് ആണ് ഇയർ ഓസിക്കിൾസ്, ദാറ്റ് ഇസ് മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പസ്, പിന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇന്റേണൽ ഇയറിൽ കാണുന്നത് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് കോക്ലിയ. പിന്നെ അതേസമയം ഓട്ടറി നെർവ് അതിൽ നിന്ന് പോകുന്നുണ്ട്, ഓട്ടറി നെർവ് ആൻഡ് വെസ്റ്റിബുലാർ നെർവ് അതിൽ നിന്ന് പോകുന്നുണ്ട് സെറിബ്രത്തിലോട്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആവുന്നത് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നോക്കാം. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹിയറിംഗിനെ കുറിച്ചും ബോഡി ബാലൻസിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊന്ന് പറയാം ഇത് എങ്ങനെയാണ് ഇത് നമുക്കൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ മണി അടിക്കുക, ഈ കൊച്ചിത് എങ്ങനെയാ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് മണി അടിക്കുന്നുണ്ട്, കൊച്ചെങ്ങനെ കേട്ടത്, ഈ കുട്ടി എങ്ങനെ മണിയടിക്കുന്നത് മനസ്സിലാക്കിയത്? സോ നമുക്ക് ആ ഒരു പാത്ത് വേ പറയാം, എങ്ങനെയാണ് എവിടം വരെ എന്തൊക്കെ സംഭവിച്ചു. ജസ്റ്റ് നമ്മൾ ഐക്ക് പാത്ത് വേ പറഞ്ഞ പോലെ ഇയറിന് നമുക്കൊരു പാത്ത് വേ ഉണ്ട്. സോ അത് പറയാം. ഫസ്റ്റ് സൗണ്ട് വേവ്സ് വരുന്നു. ഓക്കെ, സൗണ്ട് വേവ്സ് വരുന്നു. എവിടെ ഫസ്റ്റ് വരുന്നു തട്ടുന്നത്? പിന്നയിൽ വന്നു. പിന്ന വിൽ പാസ് ദി സൗണ്ട് വേവ്സ് ടു ഓഡിറ്ററി കനാൽ, അല്ലേ? ഓട്ടറി കനാൽ അല്ലെങ്കിൽ ഇയർ കനാൽ. ഓട്ടറി കനാലിൽ നിന്ന് ടിംപാനത്തിലോട്ട് പാസ് ചെയ്തു, അല്ലെ? ടിംപാനത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പാസ് ചെയ്തു? നെക്സ്റ്റ്, യെസ്, ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ്, ഇയർ ഓസിക്കിൾസിന്റെ സ്റ്റേപ്പസിൽ നിന്ന് എങ്ങോട്ട്? ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് സ്റ്റേപ്പസ്. ഓക്കെ, ഈ സ്റ്റേപ്പസിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി? യെസ്, ഹിയറിംഗ് ആണെങ്കിൽ നമുക്ക് കോക്ലിയയിലോട്ടാ പോകുന്നത്, അല്ലെ? ഇവിടെ നിന്ന് ഓഡിറ്ററി നെർവ് ഈ വൈബ്രേഷനെ ഡിറ്റക്ട് ചെയ്യും. ആൻഡ് ദിസ് സൗണ്ട് വേവ്സ് വിൽ ബി പാസ്ഡ് ഓൺ ടു, സിഗ്നൽ ഈസ് പാസ്ഡ് ഓൺ ടു സെറിബ്രം ആൻഡ് ഫൈനലി ഹിയറിംഗ്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഒരു ഓവറോൾ ഹിയറിംഗിന്റെ പാത്വേ. ഇവിടെ നമുക്ക് കാണാം സൗണ്ട് വേവ്സ് ആർ കളക്റ്റഡ് ബൈ ഇയർ ലോബ് or pinna. Okay, first step, second step, these waves are traveled along the ear canal അല്ലെങ്കിൽ auditory canal. The third step is the waves make the eardrum vibrate. Eardrum എന്ന് പറയുന്നത് tympanic membrane ആണ്. ഈ tympanic membrane vibrate ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഈ വൈബ്രേഷൻസിൽ നിന്ന് ഇതിന്റെ അടുത്ത് കാണുന്നതാണ് സ്മോൾ ബോൺസ്, ഓസിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത് വൈബ്രേഷൻസിനെ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്തു, അല്ലെ? ആൻഡ് ദിസ് കോക്ലിയ ടേൺസ് ദീസ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഈ ഓഡിറ്ററി നെർവ് ടേക്സ് ദ സിഗ്നൽസ് ടു ദി ബ്രെയിൻ, സെറിബ്രത്തിലോട്ട് പാസ് ചെയ്യുന്നു ആൻഡ് ഹിയറിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദി പാർട്സ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ഇയർ പഠിച്ചു. എക്സ്റ്റേണൽ ഇയർ, ഇൻ മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ കാണുന്നത് 3 പാർട്സ് നമ്മൾ പറഞ്ഞു. മിഡിൽ ഇയറിൽ കാണുന്ന 2 പാർട്സ്, അതിൽ ഇയർ ഓസിക്കിൾസിൽ കാണുന്നതാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പസ്. സ്റ്റേപ്പസ് സ്മോളസ്റ്റ് ബോൺ ആണ്. ആൻഡ് ഇന്റേണൽ ഇയർ കാണുന്നത് സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ. ഈ സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, കോക്ലിയ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നതും എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നീട് ഫർദർ ക്ലാസ്സിൽ പഠിക്കും. സോ താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.